പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തിക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 19 and 20. പുഴുവും തുരുമ്പവും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മെ സ്നേഹിക്കുന്ന നല്ല കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഈ വചനഭാഗത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമേ. നമ്മുടെ മനസ്സ് പലപ്പോഴും വലിഞ്ഞു പോകാറുണ്ട് അല്ലേ? പ്രൈസ് ഗോഡ്. തിരുവചനം നമ്മൾ നോക്കുമ്പോൾ തിരുവചനം നാം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. ബൈബിൾ ദിവസവും വായിക്കണം. നമ്മുടെ ചിന്തകളെ അത് ചെറുതാക്കി കളയത്തില്ല. പക്ഷേ നമ്മുടെ ആക്ഷൻസും നമ്മുടെ വേർഡ്സും നമ്മുടെ ഡിസയേഴ്സ്, നമ്മുടെ ആഗ്രഹങ്ങളും തുടർമാനമായിട്ടുള്ള നമ്മുടെ ചിന്തകൾക്കും ഇമോഷൻസിനും എല്ലാം ഒരു ദൈവകൃപയുടെ വ്യാപാരത്താൽ പൊതിയപ്പെട്ടതായി അത് നമുക്ക് തരും. പ്രൈസ് ഗോഡ്. നമ്മുടെ ഇമോഷൻസ് റിലയബിളാണോ? പ്രൈസ് ഗോഡ്. നമ്മൾ ജീവിപ്പാൻ വേണ്ടി കർത്താവിൽ നിന്ന് കരുണയാചിച്ച് ആദ്യവും അവസാനവും അറിയാവുന്ന ആൽഫയും ഒമേഗയുമാകുന്ന കർത്താവിൽ സകലതും സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭവും അവസാനവും ആൽഫയും ഒമേഗയും കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവത്തെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ എപ്പോഴും നമ്മുടെ ജീവിതവുമായി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കൊണ്ട് നമുക്ക് കഴിയും. പ്രൈസ് ഗോഡ്. എപ്പോഴും എറ്റർണിറ്റിയെക്കുറിച്ച്, നിത്യത്തെക്കുറിച്ച് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. പ്രൈസ് ഗോഡ്. പക്ഷെങ്കിൽ ചില സമയങ്ങളിൽ ജീവിതത്തിൽ ഭയങ്കര ട്രാഫിക് വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഞാൻ പറയട്ടെ, ചില ആർഗ്യുമെൻറ്റ്സിനകത്ത് കുഞ്ഞെ നീ പെട്ടുപോകുമ്പോൾ, ചിലതിലൊന്നും നിനക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരിക്കുമ്പോൾ, നിൻ്റെ തൃപ്തിയുള്ള ജീവിതവും നിൻ്റെ സന്തോഷവും എല്ലാം നിനക്ക് തോന്നും എന്നിൽ നിന്ന് അകന്നു പോയി എന്ന്. എന്നാൽ ദൈവമാരെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ലോകം എന്തിലാശ്രയിച്ച് നിൽക്കുന്നുവെന്ന് തോന്നുമ്പോൾ നാം നമ്മുടെ ചിന്തകളും ഇമോഷൻസും എല്ലാം ദൈവീയ കൺട്രോളിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ മനസ്സ് നാം ലൂസായിട്ട് വിട്ടുകൊടുക്കരുത്. ദിശകളെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കില്ലാതെ പോകരുത്. കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കണം. പ്രൈസ് ഗോഡ്. ഒന്നോർത്തോണം, we were created and recreated in Christ Jesus for eternity. Praise God. ഈ ലോകത്തിലുള്ള ട്രഷേഴ്സിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത്. അതെല്ലാം കൂടെ കൂട്ടി വെക്കാനുള്ളതല്ല. അതെല്ലാം പുഴു കൊണ്ടും തുരുമ്പ് കൊണ്ടും ഇല്ലായ്മയായി പോകും. പക്ഷേ സ്വർഗത്തിൽ നാം നമ്മുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കണം. ഇങ്ങനൊന്ന് ചിന്തിച്ചേ, ദൈവം ഓൾറെഡി എനിക്ക് നിത്യതയിൽ ഒരു പ്ലേസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ആവശ്യമാകുന്ന കൃപ അവിടെ എത്താൻ വേണ്ടിയുള്ള വഴിയിൽ എൻ്റെ മേലവൻ പകരാമെന്ന് സത്യവും ചെയ്തിട്ടുണ്ട്. അതുമൊക്കെ ഉണ്ടായിട്ടും അവിടെ എത്താൻ കഴിയാതെ പോകുന്നവരില്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹാർട്ട് ഡിസ്ട്രാക്റ്റഡായി പോകാറില്ലേ? ഞാൻ പറയട്ടെ, എല്ലാ കാലത്തും നമ്മുടെ ഫോക്കസ് മാറിപ്പോകാതെ നാം സൂക്ഷിച്ചു കൊള്ളണം. നിത്യതയുടെ ദൈവം നമുക്ക് നിത്യകൃപ തരും. അങ്ങനെ വരുമ്പോൾ ആ നല്ല ദൈവവുമായി ചേർന്ന് നമുക്ക് നമ്മുടെ നിത്യത കഴിപ്പാൻ്റെ ഗുണം ഇടയാകണം. അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അത്ഭുതമായി തീരും. പ്രൈസ് ഗോഡ്. ഒരു കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എത്ര വലിയ തിയോളജി ആണെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ചില മർമ്മങ്ങളെ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയത്തില്ല. പ്രൈസ് ഗോഡ്. ഈ ലോകം ഭരിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനാണ് സകല മിനിസ്ട്രിയും റിവീൽഡായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മെ പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിക്കാമേ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണ് ദാനിയേൽ 2:22. ദാനിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 22. ഇങ്ങനെ പറയുന്നു: അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു, അവൻ ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു.
പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഈ വാക്യം, കുഞ്ഞെ നിനക്ക് ഒത്തിരി കാര്യങ്ങൾ അതിശയകരമായി അറിയുവാൻ നിന്നെ സഹായിക്കുന്നില്ലേ? ഇരുട്ടിലുള്ളത് എന്തുവാന്ന് നമ്മുടെ ദൈവത്തിനറിയാം. കാരണം അവൻ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവൻ സാക്ഷാൽ വെളിച്ചമായവനാണ്. ഹല്ലേലൂയ. കുഞ്ഞെ നിൻ്റെയൊക്കെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ ചില സമയങ്ങൾ വരുമ്പോൾ ദൈവം നിന്നോടുകൂടെ ഉണ്ട്. ഇനി അവൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോകത്തില്ല. പക്ഷേ നമ്മുടെ ഡാർക്ക്നെസ്, നമ്മുടെ ഇരുട്ട് നമ്മുടെ ദൈവത്തിന് ഇരുട്ടായിരിക്കണമെന്നില്ല. നമ്മുടെ ചില സർപ്രൈസൊക്കെ നമ്മുടെ ദൈവത്തെ സർപ്രൈസ് ചെയ്യണമെന്ന് ഇല്ല. പ്രൈസ് ഗോഡ്. നിന്നെ കൺഫ്യൂസ് ചെയ്യുന്ന എല്ലാ സംഗതികളും അവൻ നല്ലവണ്ണം മനസ്സിലാക്കുന്ന ദൈവമാണ്. നിൻ്റെ മിസ്റ്ററീസ്, പ്രൈസ് ഗോഡ്, മാത്രമല്ല അവനോടുള്ള ബന്ധങ്ങളും എത്ര ആഴമുണ്ടെന്ന് അവനറിയാം. ഹല്ലേലൂയ. എന്നിലും നിങ്ങളിലുമുള്ള സകല മിസ്റ്ററുടെയും കംപ്ലീറ്റ് ചാർജ്, സകല മിസ്റ്ററിയുടെയും കംപ്ലീറ്റ് ചാർജ് അവനാണെന്ന് ഓർത്തുകൊള്ളണം. പ്രൈസ് ഗോഡ്. നമ്മൾ ഇരുട്ടിലായിരിക്കുമ്പോഴും അവൻ്റെ കണ്ണ് നമ്മെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവനാണ് അൾട്ടിമേറ്റ് ഡെഫിനിഷൻ ഓഫ് എവറിത്തിങ് ദാറ്റ് ഈസ് വൈസ്, ഗുഡ്, ട്രൂ, ലവിങ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. അൾട്ടിമേറ്റ് ഡെഫിനിഷൻ അവന്. പ്രൈസ് ഗോഡ്. നമ്മളെ ചോർത്ത് പിടിച്ച് നമ്മുടെ മിസ്റ്ററീസ് എല്ലാം അവൻ്റെ കൃപാധനമുള്ള ആ കരത്താൽ, ഹല്ലേലൂയ, അവനതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നൊരു ദൈവമാണ്. ആ നല്ല ദൈവത്തെ സേവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്കവനോട് നന്ദിയോടെ ജീവിക്കാൻ കഴിയില്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ അക്സെപ്റ്റൻസ്, ഹല്ലേലൂയ, അതൊക്കെ ബേസ് ചെയ്യുന്നത് കർത്താവിൻ്റെ റൈച്വസ്നെസ് അത് നിമിത്തമാണ്. സിന്നെന്ന് പറയുന്ന, പാപം എന്ന് പറയുന്നൊരു വലിയ ഡിസാസ്റ്ററാണ്. പ്രൈസ് ഗോഡ്. സ്ക്രിപ്ചർ ഉടനീളം പാപം വിട്ടു തിരിയുന്നതിനെക്കുറിച്ച് നമുക്ക് ബുദ്ധിയുപദേശം തരുന്നുണ്ട്. നേച്ചർ ഓഫ് സിൻ ദേവദാസന്മാർക്ക് അറിയാം. എന്നാൽ ആരും കുഞ്ഞെ നിൻ്റെ മോട്ടിവേഷനെയും നിൻ്റെ സ്ട്രെങ്തിനെയും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നൊന്ന് പെർഫെക്റ്റ് ആകുവാൻ കേട്ടോ, അതെന്ന് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടി ഉപകരിക്കുന്നത് വീഴ്ച ഭവിച്ച മാനവകുലം ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യാതെ നടന്നപ്പോൾ നമുക്ക് തന്നെ അതിശയം വരും. കർത്താവെ, എങ്ങനെ? നമ്മൾ കൂടുതൽ റൈച്ചസ് ആണെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ വീണു പോകാൻ ഒരു നിമിഷം മതി. കർത്താവിൻ്റെ ദൃഷ്ടി ഒരു നിമിഷം നമ്മുടെ മേൽ നിന്ന് വിട്ടുപോയാൽ, ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മൾ പാപത്തിലേക്ക് വഴുതി വീഴും. എന്നാൽ അതിനിട കൊടുക്കാതെ മുന്നോട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളെ ധാരാളമായിട്ട് പൊതിയും. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നതുമില്ല. പ്രൈസ് ഗോഡ്. വിശ്വാസ പ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. പ്രൈസ് ഗോഡ്. പാപത്തെക്കുറിച്ചൊരു ബോധ്യം, ഹല്ലേലൂയ, അതൊരു റിയാലിറ്റി ചെക്കായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ. കാരണം നിയമം കൃപയെ ഒരിക്കലും മാറ്റിമറിക്കത്തില്ല. നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ നമ്മളെ കണ്ട ദൈവം നമ്മളെ മാറ്റിമറിച്ചതാണ്. നാം രക്ഷയിലേക്ക് വന്നപ്പോൾ നാം അവൻ്റെ പൈതലായി മാറി. ഹല്ലേലൂയ. ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മളിൽ വെളിപ്പെടണം. സിന്നേഴ്സിനെ സ്നേഹിക്കുന്നവനാ, പാപികളെ സ്നേഹിക്കുന്നവനാ ദൈവം. ക്രൈസ്റ്റ് ഈസ് അവർ ഹോപ്പ്, ക്രൈസ്റ്റ് ഈസ് അവർ റെസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് അവർ പീസ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വീക്ക്നെസ്സിനെയും അവൻ ജയമാക്കി മാറ്റും. കൃപ എന്ത് ചെയ്യും? ഹല്ലേലൂയ. കൃപ നമ്മുടെ ജീവിതത്തിൽ സകല നന്മകൾക്കും കാരണമാകും. നമ്മളെ നിത്യത വരെയും കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതിനൊക്കെ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ,
ദൈവറയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ്റെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവസ്നേഹത്തിൽ നിറഞ്ഞിരിപ്പാൻ്റെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം തന്നിരിക്കുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാകുന്നുവെന്ന് പറയട്ടെ കൊണ്ട് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.